വീടൊരു നടുമുറ്റം വേണം എന്നൊക്കെ ഉള്ളത് മുത്തശ്ശിയുടെയും കിട്ടിയൊരു ആഗ്രഹം. പുള്ളിക്കാരി ഞാൻ എന്തെങ്കിലും വീട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. അപ്പം സീലിംഗിന്റെ ആ ഒരു വൈറ്റ് കളറും ഇതുമായിട്ടൊക്കെ വരുന്ന രീതിയിൽ ഇത് അക്രിലിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി വിനീർ ആണ് ഇപ്പോൾ വയ്ക്കുന്നത്. വിനീറിൽ അവർ പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ ഗ്രെയിൻസും ആ ഒരു ഷൈനിങ് തടിയുടേതായിട്ടുള്ള ആ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൊക്കെ തന്നെ റോസ് ഗോൾഡ് കളറിലുള്ള ടീ പ്രൊഫൈലാണ്. അത് തന്നെയാണ് സീലിംഗിലും പോയിരിക്കുന്നത്. താഴെ നമ്മുടെ ആ ഒരു ഷോ കിച്ചണിലോട്ട് വരുന്ന നാച്ചുറൽ ലൈറ്റ് വരുന്ന ഒരു പോർഷനാണ്. അപ്പൊ ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതില് താഴേക്ക് ചൂടടിക്കത്തില്ല. ഡാർക്ക് അങ്ങനെ ഒരു ഷെയ്ഡ്. ഇത് ഹൈലൻഡ് ഗ്രാസ് എന്ന് പറഞ്ഞ ഏഷ്യൻ പെയിന്റിന്റെ എക്സ്റ്റീരിയർ ഗ്രേഡിലുള്ള പെയിന്റ് ആണ്. പൂജമുറി ആ ഒരു വടക്ക് കിഴക്കേക്ക് ഓർണമെന്റ് അതിനൊരു വലുതായിട്ട് വേണം നല്ല ആഗ്രഹമായിരുന്നു. ഇതിലുള്ള പടങ്ങളും എല്ലാം എനിക്ക് സെർച്ച് ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറി നല്ലൊരു സ്പേസ് കൊടുത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിന്റെ ടോപ്പായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലെപ്പോത്രയുടെ ടൈല് തന്നെ വെച്ച് അങ്ങനെ ഒരു ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഒരു ഹോം ജിം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാണണം എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. എന്താ വയ്യാത്ത പട്ടി കയ്യാലത് കയറുന്ന അങ്ങനെയാണല്ലോ പഠിച്ചില്ലേ. കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തിട്ടുള്ളതെല്ലാം ക്വാർട്സിന്റെ മെറ്റീരിയലുകളും ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അക്രിലിക്കിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു TV കൺസോൾ വെച്ചിട്ടുണ്ട്. വീഡിയോയിൽ ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്ന ഒരു ബാത്റൂമാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു പോർഷൻ തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബാത്റൂമിന്റെ സൈസ്. ഫിറോസിനെ പരിചയപ്പെട്ട വിത്തിൻ ഓൾമോസ്റ്റ് 7 months വീട്ടിലെ പാദയാത്ര കഴിഞ്ഞു. കഴിഞ്ഞ മാസങ്ങളിൽ നമുക്ക് പാദയാത്രമുണ്ട്. സോപ്പ് മാത്രമല്ല ഷേവിംഗ് ക്രീം തൊട്ട് എന്തൊക്കെ ഉണ്ടോ ഷാമ്പു ഉണ്ടോ അതെല്ലാം എടുത്ത്. നമസ്കാരം, ആർക്കിടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാണിക്കുന്ന ഹോം ടൂർ എന്ന് പറയുന്നത് ഈ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീടാണ്. അപ്പോൾ ഇത് ട്രിവാൻഡ്രത്താണ്. വുഡ് ആർട്ട് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വീടിൻ്റെ കംപ്ലീഷനൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ വീട് നിൽക്കുന്നത് 18 സെന്റ് പ്ലോട്ടിലാണ്. അപ്പോൾ 18 സെന്റിൽ ഏകദേശം 5000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് അല്ലേ. റോഡ് ലെവലിൽ നിന്ന് അത്യാവശ്യം പൊക്കി ആണ് ഈ പ്ലോട്ടൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഡിസൈൻ ആണ് എലിവേഷനിൽ ത്രൂ ഔട്ട് പോയിരിക്കുന്നത്. ആക്ച്വലി വുഡ് ആർട്ട് വന്നിട്ട് ഇതിന്റെ കംപ്ലീഷൻ ആണ് ചെയ്തിരിക്കുന്നത്. മുൻപ് വേറൊരു ടീമായിരുന്നു ചെയ്തിരുന്നത് അല്ലേ. വേറെ ചെയ്തിട്ട് അതിനകത്തുനിന്ന് പല പ്രശ്നങ്ങൾ വന്ന് അത് പകുതിക്ക് വെച്ച് അങ്ങനെ ഇതായിട്ട് പോയിട്ട് പിന്നെ ഇവർ വന്നിട്ടാണ് അത് ഏറ്റെടുത്തിട്ട്. അപ്പം നമ്മുടെ ഹൗസ് ഓണറിന് ആദ്യം പറ്റിയ കുറച്ച് അബദ്ധങ്ങൾ ഒക്കെ ക്ലിയർ ആക്കിക്കൊണ്ടാണ് ഈ ഒരു വീട് ഇപ്പൊ കംപ്ലീഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തായാലും നമ്മുടെ ക്ലയന്റ് ഓണർ തന്നെ പറയും. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഒക്കെ അത് ഹെൽപ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. നമ്മൾ മുറ്റം അത്യാവശ്യം നല്ല രീതിയിലൊരു ഫ്രണ്ടേജ് ഉണ്ട്, കണ്ടില്ലേ. വീടിന്റെ ആ ഒരു വീതിക്ക് അതിനപ്പുറത്തോട്ട് നിൽക്കുന്ന രീതിയിൽ നല്ല ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ലാൻഡ്സ്കേപ്പിൽ കാണുവാണെങ്കിലും നോക്കുമ്പോൾ നമുക്ക് ആദ്യം കണ്ണിലൊക്കെ പെടുന്നത് നമ്മുടെ നാട്ടിലെ മരങ്ങളും ഒക്കെയാണ് അല്ലെ. കുറെ ഫ്രൂട്ട് ട്രീസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫസ്റ്റ് തന്നെ കാണുന്നത് പ്ലാവാണ്. പ്ലാവല്ലേ? പ്ലാവാണ്. പ്ലാവും ചാമ്പയും. ഇവർ ഓൾറെഡി തന്നെ ഇവരുടെ കുടുംബ വീട്ടിൽ ഇഷ്ടം പോലെ അല്ലേ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു ഹിസ്റ്ററി ഇവർക്കുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സിറ്റ് ഔട്ടിന്റെ വീതിക്ക് ഏകദേശം ഒരു പേവർ ഗ്രാസ് വെച്ചിട്ട് അതും നാച്ചുറൽ ഗ്രാസ് തന്നെ വെച്ചേക്കുന്നു. ഈ ഒരു ഇത്ര ഏരിയ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിന്റെ ഈ ഒരു ഭാഗത്തോട്ട് കയറി ഒരു നീച്ച് സ്പേസ് പോലെ അവിടെ ആയാലും നല്ലൊരു ഗ്രീൻ സ്പേസ് കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിൽ നമുക്ക് കാണാം 4 പില്ലറിലാണ് കാൻഡിലിവറായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസിന് വേറെ കൺസ്ട്രെയിൻസ് ഒന്നുമില്ല, ഇടയ്ക്ക് തടസ്സങ്ങളൊന്നുമില്ല. അതെ, സ്പേസും ഒരു യൂട്ടിലിറ്റീസ് ഒരു മിനിമൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിറോസ് ബ്രോ ഇത് തന്നെ ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ എലിവേഷനുമായിട്ട് ചേരുന്ന രീതിയിലുള്ള സ്ട്രെയിറ്റ് ലൈൻസ് വെച്ചിട്ടുള്ള ബൗണ്ടറി വാൾ തന്നെ കൊടുത്തിരിക്കുന്നു. ഇവിടെ പിന്നെ ഒരു പെഡസ്റ്റൽ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. പെഡസ്റ്റൽ ഗേറ്റിന് നേരെ ഇതുപോലെ ബാംഗ്ലൂർ സ്റ്റോൺ, ഒരു സ്ക്വയർ ഷേപ്പ്ഡ് ബാംഗ്ലൂർ സ്റ്റോൺ ഇവിടും. ഓൾറെഡി പറഞ്ഞു ആ സ്ലൈഡിംഗ് ഗേറ്റിന് നേർക്ക് വന്നിട്ട് ലീനിയർ ആയിട്ട് ഇച്ചിരി നീളത്തിലുള്ളതായിരുന്നു. ഇത് നേരെ മെയിൻ ഡോറിന് നേർക്ക് തന്നെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സിറ്റൗട്ട് അത്യാവശ്യം നല്ല നീളത്തിൽ നല്ലൊരു വരാന്ത കണക്കിനുള്ള ഒരു സിറ്റൗട്ടാണ്. അപ്പോൾ അതിൽ ബ്ലാക്ക് ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്സിനൊക്കെ. പിന്നെ ഇവിടുത്തെ എക്സ്റ്റീരിയർ പെയിന്റ് ഈ കൊടുത്തേക്കുന്ന ഒരു കളർ വന്നിട്ട് അതൊരു ബീജ് കളർ പോലെ തിരിച്ച് ഡാർക്ക് അങ്ങനെ ഒരു ഷെയ്ഡ്. അത് ഹൈലൻഡ് ഗ്രാസ് എന്ന് പറഞ്ഞ ഏഷ്യൻ പെയിന്റിന്റെ എക്സ്റ്റീരിയർ ഗ്രേഡിലുള്ള പെയിന്റ് ആണ്. സിറ്റൗട്ടിലോട്ട് കയറുമ്പം 180x120 ടൈലാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിൾ ഒരു പാറ്റേൺ വരുന്ന രീതിയിലുള്ള ടൈലാണ്. കജാരിയുടെ ആണ്. അകത്തായാലും അതേപോലെ തന്നെ പെയിന്റിങ് കൊടുത്തിരിക്കുന്നു. ആ ഹൈലൻഡ് ഗ്രാസിന്റെ തന്നെ ഒരു വാൾ മുഴുവൻ അങ്ങനെ ഒരു കളറും സീലിംഗ് വന്നിട്ട് വൈറ്റ് കളറും പോയിട്ടുണ്ട്. വിൻഡോ ഒക്കെ ആയാലും അത്യാവശ്യം വെർട്ടിക്കലി ഉള്ള വിൻഡോയും ലീനിയറിലുള്ള വിൻഡോ വന്നിട്ട് ഫിക്സഡ് ഗ്ലാസ് ചെയ്തിരിക്കുന്നു. തേക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഷൂറായിക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനിൽ മേടിച്ച് ഇവർ
ഫിക്സ് ചെയ്തിരിക്കുകയാണ്. കെയിൻ വീവിംഗ് ചെയ്തേക്കുന്ന റത്തൻ ഫിനിഷ് ഉള്ള ടീ കുഡിന്റെ ചെയറൊക്കെ കിടപ്പുണ്ട്. ഒരു കോഫി ടേബിൾ അവിടും കിടപ്പുണ്ട്. ഈ സൈഡിൽ അതുപോലെ തന്നെ 2 കിടപ്പുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ടാന്ന് തോന്നുന്നു ഒരു വാള് ഇങ്ങനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഹൈലൈറ്റ് വാളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പിൽ ചിലപ്പോൾ അവർ അക്വേറിയം എല്ലാം സെറ്റ് ചെയ്യുമായിരിക്കും. ഈ സിറ്റ് ഔട്ടിൽ മൊത്തം നീളത്തിൽ തന്നെ ലീനിയറായിട്ട് ആ ലീനിയറിറ്റി കുറച്ചും കൂടെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ്സ് പോയിട്ടുണ്ട് ത്രൂ ഔട്ട് ലെങ്തിൽ. കോബ് ലൈറ്റ്സ് ആണ് അല്ലാതെ കൊടുത്തിരിക്കുന്നത്. ഇവിടും ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മെയിൻ ഡോറും ടീക്കിൽ തന്നെ ചെയ്തിരിക്കും. ഒരു ഹൊറിസോണ്ടൽ സ്റ്റൈലിലുള്ള സ്ട്രിപ്സ് ആണ് ഇതിന് പോയിരിക്കുന്നത്. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ബ്രാസ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ 2 മോസ്കിറ്റോ നെറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കാൻ മറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊതുകത്ത് കയറും. ഇത് പിന്നെ അങ്ങനെയുള്ള പ്രശ്നമില്ല. എന്താ ഇവിടെ സ്പ്രിംഗ് കൊടുത്തേക്കുന്നുണ്ട്. നമ്മൾ അടച്ചില്ലെങ്കിൽ ഇങ്ങനെ വന്നോളും. കണ്ടോ, ഇങ്ങനെ വന്ന് അടച്ചോളും തന്നെ. അപ്പൊ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല. ഓക്കെ, ബാക്കി ഇനിയിപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ടാണ്. മെയിൻ ഡോർ തുറന്ന് നേരെ കാണുന്നത് ഒരു പാത്വേ പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. വുഡൻ പ്ലാങ്കിന്റെ സ്റ്റൈലുള്ള ടൈലാണ് ഇട്ടേക്കുന്നത്. അത് നേരെ നോക്കുന്നിടത്ത് തന്നെ ഒരു ആർച്ചും ഒരു നടരാജ വിഗ്രഹമൊക്കെ വെച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ സ്പേസിനെ പറ്റി നമുക്ക് പിന്നീട് പറയാം. നമ്മൾ ഈ കാണുന്നത് ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ് ആണ്. ഇപ്പം ഫോർമൽ ലിവിംഗ് സ്പേസും ഇവിടുത്തെ മെജോറിറ്റി പോർഷൻസ് ബെഡ്റൂം ആയാലും മുകളിലത്തെ ലിവിംഗ് സ്പേസ് ആയാലും എല്ലാം ഈ ഒരു 120x180 സൈസിലുള്ള കജാരയുടെ ഈ ഒരു ടൈലാണ് ഇട്ടേക്കുന്നത്. ഒരു ഇറ്റാലിയൻ മാർബിൾ ഫിനിഷിൽ പോയേക്കുന്ന ഒരു ടൈലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ചെയർ ഇത് വന്നിട്ട് ഒരു ജൂട്ട് കൈൻഡ് ഓഫ് ഒരു ഫാബ്രിക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു തടിയുടെ ഇതുമായിട്ടൊക്കെ കറക്റ്റ് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ഫർണിച്ചറാണ് ഇവർ സെലക്ട് ചെയ്തേക്കുന്നത്. സ്പേസിൻ്റെ ഇടുക്കം തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഫർണിച്ചർ ഡിസൈനാണ്. ഈ ഒരു പോർഷൻ ഒരു ബ്രേക്കിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ത്രൂ ഔട്ട് വുഡ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗിയില്ലല്ലോ. അപ്പം സീലിങ്ങിൻ്റെ ആ ഒരു വൈറ്റ് കളറും ഇതുമായിട്ടൊക്കെ വരുന്ന രീതിയിൽ ഇത് അക്രിലിക് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മിൽക്കി കളറിലുള്ള ഒരു അക്രിലിക് മെറ്റീരിയലാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ കോവ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ലാമിനേറ്റ് അല്ല കേട്ടോ. ഈ പോയേക്കുന്ന ഈ സ്റ്റോറേജ് നമ്മുടെ TV കൺസോളിൻ്റെ ബാക്കിലായിട്ട് ഒരു വലിയൊരു സ്റ്റോറേജ് പാനലുണ്ട്. ഇത് ഒരു സീ ത്രൂ ആണ് ഓൾമോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മെറ്റീരിയൽ വന്നിട്ട് ആക്ച്വലി വിനീറാണ് ഈ പോയേക്കുന്നത്. വിനീറിൽ അവർ പോളിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഗ്രെയിൻസും ആ ഒരു ഷൈനിങ് തടിയുടേതായിട്ടുള്ള ആ ഒരു പ്രീമിയം ഫീൽ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊക്കെ തന്നെ ഒരു റോസ് ഗോൾഡ് കളറിലുള്ള ടീ പ്രൊഫൈലാണ്. അത് തന്നെയാണ് സീലിംഗിലും പോയിരിക്കുന്നത്. ഇവിടെ ഫോർമൽ ലിവിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറും വീടിന്റെ അകത്തെ സ്പേസിലോട്ട് ലീഡ് ചെയ്യുന്ന രീതിയിലാണ് ഈ വുഡൻ പ്ലാങ്ക്സ് പോലത്തെ ടൈൽ വിരിച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് അതേ ഒരു ബാൻഡിങ് പോലെ തന്നെയാണ് നമ്മൾ അവിടെ കണ്ട അതേ വിനീറിന്റെ ഒരു പോർഷനും നടുക്ക് കോപ്ലൈറ്റ് കൊടുത്തിരിക്കുന്ന ഏരിയ അക്രിലിക് കൊണ്ട് തന്നെ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന പാസേജിന്റെ വലതുവശത്തായിട്ട് ഇങ്ങനെയാണ് ഓരോ റൂംസും പോകുന്നത് ഇവിടുത്തെ. അപ്പം നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു സ്പേസ് വന്നിട്ട് ഇവിടുത്തെ പൂജാ റൂമാണ്. സാധാരണ ഇപ്പൊ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡെഡിക്കേറ്റ് ആയിട്ട് തന്നെ ഉള്ള ഒരു സ്പേസ് പൂജാ റൂമിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ആയാലും തേക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജിപ്സം സീലിംഗ് ചെയ്തിട്ട് ഒരു വാം ലൈറ്റ് ഒക്കെ കൊടുത്ത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെ. നമ്മൾ ലിവിങ്ങിൽ കണ്ട അതേ ടൈൽ തന്നെ 180x120 കജാരിയുടെ ടൈൽ തന്നെ പോയേക്കുന്നു. പിന്നെ ഇവിടെ ആയാലും പ്ലൈയിൽ തന്നെ ലാമിനേറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നടുക്ക് വശത്തായിട്ട് ഒരു മാർബിൾ ഫിനിഷ് ഉള്ള അക്രിലിക് ലാമിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് അത്യാവശ്യം സ്റ്റോറേജ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബുക്കും കാര്യങ്ങളൊക്കെ ആണുള്ള ഒരുപാട് തട്ടും അത് ലൈറ്റ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ ജനലുകളുടെയും ചുറ്റിനും ഇതുപോലെ സോളിഡ് വുഡിന്റെ ഒരു പാനലിംഗ് പോയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതൊന്നും കൂടെ ആ വിൻഡോ സ്പേസിനെ ഹൈലൈറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ പെയിന്റും ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പം ആദ്യം കാണാൻ പോകുന്നത് ഇവിടുത്തെ പാരന്റിന്റെ റൂമാണ്. ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയുള്ള റൂമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ പൂജാ സ്പേസിൽ കണ്ട പോലെ തന്നെ ഇതും തേക്കിൽ തന്നെ ചേർത്തേക്കുന്നു. ബെഡ് ആണെങ്കിൽ ഒരു ക്വീൻ സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. ക്വീൻ സൈസ് ബെഡിൽ ഇങ്ങനെ ഒരു അപ്പോൾസ്റ്ററി വർക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെഡ് ബോർഡാണ് വെച്ചിരിക്കുന്നത്. ലിവിങ്ങിലൊക്കെ കണ്ട പോലെ തന്നെ സെയിം ആ ഗ്രേ ടിന്റ് പെയിന്റ് തന്നെ പോയിട്ടുണ്ട്. 2 സൈഡ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നീറ്റ് ആയിട്ടുള്ള. അത് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ മുൻപ് കണ്ട പോലെ തന്നെ വിൻഡോയിൽ വന്നിട്ട് അതേപോലെ തന്നെ തേക്കിന്റെ ഒരു പാനലിംഗ് ആണ് തന്നെ ഇങ്ങനെ പോയിരിക്കുന്നത്. കണ്ടോ, ഇത് വേണമെങ്കിൽ ഇങ്ങനെ അത്യാവശ്യത്തിനൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഒരു ബേ വിൻഡോ സൗകര്യം അല്ല, എന്നാലും അങ്ങനത്തെ ഒരു പടി കിട്ടിയിട്ടുണ്ട് ഇതിന് കറക്റ്റ് ആയിട്ട്. ഇങ്ങനെ കോർണറിലുള്ള ഒരു വിസിബിലിറ്റി ഉണ്ട്. ഈ റൂമിനും ഡെഡിക്കേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു TV ഉണ്ട്. കണ്ടോ, ബാക്ക് പാനൽ വന്നിട്ട് ഫ്ലൂട്ടഡ് പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ കളറിലുള്ള ഈ ബെഡിന്റെ ഒക്കെ മെറ്റീരിയൽ പോലെ തന്നെ പ്ലൈയിൽ ലാമിനേറ്റ് തന്നെ ചെയ്തിരിക്കുന്നു. അതിലിതാ ഇങ്ങനൊരു ഡിഫറൻസ് ഒക്കെ കൊടുത്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെന്റർ ഏരിയയിൽ സീലിംഗ് വന്നിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫാൻ്റെ ഒക്കെ ഏരിയ അകത്തോട്ട് മാറിയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് ഏരിയ ആണ്. ഫുൾ സൈസ് മിററും കൊടുത്തിട്ടുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ല സ്ഥലമുണ്ട്.
അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഉണ്ട്. അപ്പോൾ അതായാലും ഒരു ഗ്രേ കളർ വാൾട്ടൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴെ ഇതുപോലെ തന്നെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ളത് നീഡ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കോഹ്ലറിൻ്റെ ആണ് സാനിറ്ററി ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ബാത്റൂം ഡോറും WPCയുടെ ആണ്. എല്ലാ ഡോറിൻ്റെ ഫ്രെയിമിൻ്റെ കട്ട്ളയുടെ പോർഷനിൽ വന്നിട്ട് ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിൽ. അതും സോളിഡ് വുഡിൻ്റെ പ്ലാങ്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ സ്പേസ് ആണ് നമ്മൾ മെയിൻ ഡോർ തുറന്ന് നേരെ കാണുന്ന സ്പേസ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു ഇതൊരു ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തുനിന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടും ലാമിനേറ്റ് അല്ല, വിനീർ തന്നെ കൊടുത്തിരിക്കുന്നു. അതിന്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒരു നടരാജ വിഗ്രഹമാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇവർ ആക്ച്വലി ഇവിടെ വന്നിട്ടൊരു ദൃഷ്ടി ഗണപതിയുടെ ഒരു വലിയൊരു സംഭവം ചെയ്യാനാണ്. അപ്പോൾ അതൊക്കെ ഇനിയും ചെയ്തു വരുന്നുള്ളതാണ് പറഞ്ഞത്. ഇനിയും ബാക്കിയുള്ള സ്പേസ് കുറച്ച് നേരം മീനു പറയും. ഹലോ, അപ്പോൾ ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കോർട്ട്യാർഡ് സ്പേസ് ആണ്. അപ്പോൾ ഇതൊരു സംഘനായിട്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷനാണിത്. അപ്പോൾ ഇവിടെ ടെറാക്കോട്ട ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹെക്സഗണൽ ഷേപ്പാണ്. എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലുകളാണിത്. വെളിച്ചത്തിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ആവശ്യം പകലില്ല. അതുപോലെ ലൈറ്റ് നന്നായിട്ട് കയറുന്നുണ്ട്. ഇവിടെ ഒരു അടിപൊളി ബുദ്ധയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇട്ട് ഈ ഒരു കോർട്ട്യാർഡ് സ്പേസിൻ്റെ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിൻ്റെ വ്യൂ കിട്ടത്തക്ക രീതിയിലാണ് ഇവിടെ ഒരു ബെഡ്റൂം ഉള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ബെഡ്റൂമിലോട്ട് കയറുകയാണെങ്കിൽ ഇത് ടീക്ക് വുഡാണ്. എല്ലായിടത്തും ഇവിടെ ചെയ്തിട്ടുള്ള ഡോസ് എല്ലാം ടീക്ക് വുഡിലാണ്. അപ്പം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണിത്. അപ്പം ഇവിടെ ഈ ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. ഈ ഹെഡ് സ്പേസിലാണെങ്കിലും ഒരു അപ്പോൾഷറി വർക്ക് കൊടുത്തൊരു ബേജ് കളറാണ്. വെയിൻസ്കോട്ടൊക്കെ ചെയ്ത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഹെഡ് സ്പേസ് ആണ് ഈ ഒരു വോൾ എന്ന് പറയുന്നത്. ഈ ബെഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുള്ള ആംബിയൻ ലൈറ്റ് എന്ന് പറയുന്നത് എഡിസൺ ലൈറ്റ് പോലത്തെ ഒരു ഫീൽ കിട്ടത്തക്ക രീതിയിൽ വാമാണ്. അപ്പം ഇവിടെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിലുള്ള ലാമിനേറ്റ് ആണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തെടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റോറേജസ് ഉണ്ട്. മുകളിൽ ലോഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് സ്പേസ് പോലെ ഈ ഒരു ഭാഗത്തുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ വിൻഡോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ലൈറ്റും ഒക്കെ കയറി ഇറങ്ങും. അതേപോലെ തന്നെയാണ് ഈ ഒരു ഭാഗത്തും ഇതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ തന്നെ വാർഡ്രോബ്സ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഫ്ലൂട്ടഡ് ഗ്ലാസ് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ലൈറ്റിൻ്റെയൊക്കെ ആ ഒരു റിഫ്ലക്ഷനൊക്കെ വരുമ്പം വേറൊരു ഭംഗി തോന്നുന്നുണ്ട്. ഇവിടെ ഒരു വാക്ക്-ഇൻ വാർഡ്രോബും അതുപോലെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ സോളിഡ് വുഡിൽ തന്നെയാണ് ഈ ഒരു പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. സീലിംഗ് ആണെങ്കിലും വിനീറിലാണ് ചെയ്തിട്ടുള്ളത്. കോബിലൈറ്റ് കൊടുത്തിട്ടുള്ള രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡു ലെസ് വിത്ത് മോർ ഫോക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് മോട്ടിവേഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എണീക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമുക്കിനി തൊട്ടടുത്ത റൂം എന്താണെന്ന് കാണാം. ഇവിടെ ഒരു TV കൺസോൾ വെച്ചിട്ടുണ്ട്. സോളിഡ് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഫ്ലൂട്ടഡ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് സ്പേസും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 6 സീറ്റർ ഡൈനിങ് സീറ്റാണ്. അടിയിൽ വന്നിട്ട് ഫ്ലൂട്ടഡ് ആയിട്ടുള്ള ബേസും ഒക്കെ വന്ന് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണിത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് കോർട്ട്യാർഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഉള്ളത്. കോർട്ട്യാർഡിലോട്ടുള്ള ഒരു സംഘൻ ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലെപ്പോത്രയുടെ ഒരു ബോർഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡൈനിങ് സ്പേസും ഷോക്ക് കിച്ചണും തമ്മിലുള്ള ഒരു ചെറിയ പാർട്ടീഷൻ അല്ലെങ്കിൽ സീ ത്രൂ പോലൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഈ കിച്ചണിലേക്ക് എത്തുമ്പം നമുക്ക് ടൈലിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് ഒരു ബേജ് കളറിലോട്ട് മാറുന്നുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പോലെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലൊരു സെറ്റപ്പ് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ക്വാഡ്സ് മെറ്റീരിയലാണ്. ഈ ഒരു കൗണ്ടർ ടോപ്പായിട്ട് ചെയ്തിട്ടുള്ളതെല്ലാം ക്വാഡ്സിൻ്റെ മെറ്റീരിയലുകളും നമ്മുടെ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ അക്രിലിക്കിലുമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ റെഫ്രിജറേറ്ററും OTG അതുപോലെ എയർ ഫ്രയർ അതെല്ലാം ഈ ഒരു ഭാഗത്ത് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബും ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു. ഈ ടൈലെന്ന് പറയുന്നത് ബാക്ക് സ്പ്ലാഷ് ആയിട്ട് ചെയ്തിട്ടുള്ള ടൈലെന്ന് പറയുന്നത് കുറച്ച് ഗ്രൂസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഈ വൈറ്റുമായിട്ടൊരു ബ്ലെൻഡ് കിട്ടത്തക്ക രീതിയിലുള്ളൊരു കളറാണ്. അതുപോലെ ഇവിടെ നല്ലപോലെ വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് ഈ ഒരു ഭാഗത്തും ഇപ്പുറത്തെ ഭാഗത്തും ഒക്കെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇവിടെ വർക്കിംഗ് കിച്ചണും സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്കിംഗ് കിച്ചണിലോട്ട് കയറുന്നതിന് വലത്തുവശത്തായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോർ റൂമാണ്, പക്ഷെ എന്നാൽ കാര്യങ്ങളൊക്കെ വെക്കത്തക്ക രീതിയിൽ കുറേ തട്ടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് കബോർഡ്സ് ഒന്നും ചെയ്തിട്ടില്ല. ടൈല് സെയിം തന്നെ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത് ലാമിനേറ്റിലാണ്.
ഇവിടെയാണെങ്കിലും 2 ജനാലയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ കൗണ്ടർ ടോപ്പിൽ വന്നിട്ട് അവർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിലും വാഷൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്കിംഗ് കിച്ചണാണ്. നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കുറച്ച് മാറി നല്ലൊരു സ്പേസ് കൊടുത്താണ് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബോർഡർ പോലെ നമുക്ക് സോളിഡ് വുഡിൽ തന്നെ ഒരു പാനലിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ടോപ്പായിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ലെപ്പോത്രയുടെ ടൈല് തന്നെ വെച്ച് അങ്ങനെ ഒരു ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ക്യൂട്ടായിട്ടൊരു പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഇതിന് തൊട്ട് താഴെയായിട്ടുള്ള വിനീറിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കബോർഡ് സെക്ഷനും ഇതിനടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വെൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള സ്മെല്ലൊക്കെ പോകാനൊക്കെ ആയിട്ട് ഈ ഒരു വാഷ് ഏരിയയിൽ. അതുപോലെ ഇവിടെ ടേബിൾ ടോപ്പ് ആയിട്ടുള്ള രീതിയിലാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു മിററും ബ്രാസ് ഫിനിഷാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിലും ഒക്കെ ഒരു ബ്രാസിൻ്റെ ഫിനിഷിലാണ്. അതുപോലെ ഇവിടെയാണെങ്കിലും ചാർക്കോൾ പാനലിംഗ് ആണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. ഓക്കെ, നമുക്കിനി ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം കാണാം. വലിയ വിശാലമായ ബെഡ്റൂമാണ്. ഇവിടെയും ടീക്ക് ഡോസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബ്സ് ആണെങ്കിലും വലിയ വാർഡ്രോബ്സ് നല്ല ലാമിനേറ്റ്സ് ഒക്കെ കൊടുത്ത് ഇതിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ TV കൺസോളും കൊടുത്ത് ഈ ബെഡ്റൂമിനും TV സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു 1, 2, 3 മൂന്നാമത്തെ TV ആണ് നമ്മൾ ഈ വീട്ടിൽ കാണുന്നത്. അതുപോലെ ഇവിടെ കിങ് സൈസ് ഒരു ബെഡാണ് കൊടുത്തിട്ടുള്ളത്. ഹെഡ് സ്പേസിലായിട്ട് വന്നിട്ട് ചെസ്റ്റർഫീൽഡ് ഡിസൈനൊക്കെ കൊടുത്ത് ഒരു സിൽവർ കളർ തോന്നത്തക്ക രീതിയിലാണ് അത് ആ ഒരു അപ്പോൾസ്റ്ററി വന്നിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഹെഡ് സ്പേസ് ആണെങ്കിലും ആ ഒരു ലാമിനേറ്റ് ഒക്കെ ചെയ്ത് വുഡൻ ഫിനിഷിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. മേളിലോട്ടും സീലിങ്ങിലോട്ടും ആ ഒരു ഇതുണ്ട്. ഇവിടെ ഒരു ബ്രേക്കേജ് എന്നോണം ഈ ഒരു ഭാഗത്ത് വൈറ്റ് കളർ സീലിംഗ് തന്നെയാണുള്ളത്. അതുപോലെ 2 സൈഡിലായിട്ടും സൈഡ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. കട്ടിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് TV ഒക്കെ കാണാനൊക്കെ ഉള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ലാപ്പോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് പോലെ അവരിവിടെയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഡ്രോയേഴ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസോളിൽ. അപ്പോൾ ഇങ്ങോട്ടേക്ക് അത് അറ്റാച്ച്ഡ് ടോയ്ലറ്റും അതുപോലെ ഒരു വാക്കിംഗ് വാർഡ്രോബും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുങ്ങുമ്പം നമുക്ക് കറക്റ്റ് വെളിച്ചമൊക്കെ കിട്ടത്തക്ക രീതിയിലാണ് ഫേസിൽ. അതുപോലെ ഈ ഒരു ഫ്ലൂട്ടഡ് പാനൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. വാർഡ്രോബ് സ്പേസിൽ നല്ലപോലെ സ്റ്റോറേജും ഒക്കെ കൊടുത്തെടുത്തിട്ടുണ്ട്. സെയിം ലാമിനേറ്റ്സ് തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് കബോർഡിലെല്ലാം തന്നെ. അങ്ങനെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഇവിടെ ഉണ്ട്. അതായത് ഈ സ്റ്റെയർ ഇങ്ങനെ കറങ്ങി പോകുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിറ്റ് ഔട്ട് പോലെ വേണമെങ്കിൽ ചെയറൊക്കെ ഇട്ടിട്ടിരിക്കാം. അതുപോലെ ഇവിടെ നല്ലപോലെ വെജിറ്റേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കിച്ചണിൻ്റെ സൈഡായിട്ട് വരും ഇത്. നമ്മളിപ്പോൾ കണ്ട കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന സൈഡും അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ്ങിൽ നിന്നൊക്കെ പുറത്തേക്കുള്ളൊരു സൈഡായിട്ട് വരും ഇത്. ഇവിടെ കലാത്തിയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രൈവസി. ഇനിയിപ്പോൾ അത് വളർന്ന് വരണം. അവിടെ കുറേ നമ്മുടെ നാടൻ ചെടികൾ വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂ അല്ലെങ്കിൽ തെറ്റിപ്പൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ ഭാഗത്തോട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തെ കാഴ്ച ബാക്കി കാണാം. മുകളിൽ പോവാം. മുകളിലേക്ക് പോകുമ്പം ഇവിടെ നമ്മളിങ്ങനെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോകുന്നൊരു സ്റ്റെയർ കേസാണ്. വുഡൻ പാനൽസും അതുപോലെ തന്നെ നടുക്ക് ടൈലും കൂടി പോകുന്നൊരു ഡിസൈനാണ് ഈ ഒരു സ്റ്റെയറിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടീക്ക് വുഡ് ടഫ് ആൻഡ് ഗ്ലാസിൻ്റെ ഒരു ബ്ലെൻഡാണ് ഇതിൻ്റെ ഹാൻഡ് റെയിൽസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ കിട്ടുന്ന ലൈറ്റും അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലോട്ടുള്ള ആ ഒരു ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഫിക്സഡ് ഗ്ലാസ് വിൻഡോയാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ആദ്യത്തെ ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മൾ താഴെ കണ്ട നമ്മുടെ ആ മാസ്റ്റർ ബെഡ്റൂമിനെ സെയിം എലിവേറ്റ് ചെയ്തേക്കുന്ന ഒരു ഫ്ലോറാണ്. അത്യാവശ്യം നല്ല വലിപ്പം ഇവിടെയുണ്ട്. ഇപ്പോൾ വാർഡ്രോബിന്റെ ഈ ഒരു സെഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര എലഗന്റ് ആയിട്ടുള്ള ഒരു ബേജ് കളറിലാണ് ഇതിന്റെ ഒരു തീം പോയിട്ടുള്ളത്. ഒരു റെക്റ്റാങ്കിൾ രീതിയിൽ കട്ട് ചെയ്ത് അങ്ങനെ ഈ ഒരു വാർഡ്രോബ് സ്പേസിന്റെ ചെയ്തെടുത്തിട്ടുള്ളത്. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു, പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വീട് പണിയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ഓണറിന് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു അബദ്ധം ഉണ്ടായ ഒരു നഷ്ടവും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ഉണ്ടായതിൽ നിന്ന് പിന്നെ ഇപ്പം അവർ റിക്കവർ ചെയ്തെടുത്ത് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളൊരു കബോർഡാണിത്. ഈ ഒരു ഹെഡ് സ്പേസിലേക്ക് വരികയാണെങ്കിലും ഇവിടെ ഒരു ഫ്ലൂട്ടഡ് ചാർക്കോൾ പാനലിങ് ചെയ്തെടുത്ത് അതിൽ മുകളിലായിട്ട് വെയിൻസ്കോട്ടും കൊടുത്ത് അതിൽ 3 പിക്ചേഴ്സും ഒക്കെ കൊടുത്ത് അതിനൊരു ഭംഗിയിലാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആണെങ്കിൽ ബെഡ് ഒരു ചെറിയ ചെസ്റ്റർഫീൽഡ് ഡിസൈൻ പോയിട്ടുണ്ട്. അപ്പോൾസ്റ്ററി ചെയ്ത് ഹെഡ് സ്പേസ് ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് സൈഡ് ടേബിളും അതുമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലെങ്ത്തിൽ തന്നെ സ്പേസ് ഉണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു വിൻഡോയുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തും വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പം ബെഡിന് ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു പോർട്ടുണ്ട്. ഇവിടെയും TV വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ.
പക്ഷേ ഇവിടെ ഇപ്പം ആരും കിടക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അവരിവിടെ ടി വി വെക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കിനിയും ഒരു വാക്കിംഗ് വാർഡ്രോബും ഇവിടെ ഉണ്ട്. ആ ഭാഗത്ത് വരുവാണെങ്കിലും വാർഡ്രോബ്സ് എല്ലാം സെയിം ആ ഒരു ലാമിനേറ്റ് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു റഫ് ടെക്സ്ചർ പോലുള്ള രീതിയിലാണ് ഈ ഒരു ഇത്. റൂമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങി ഇവിടെ ഒരു വലിയ ലിവിങ് സ്പേസ് ആണ്. ഈ ഒരു സ്പേസിനെ കവർ ചെയ്യത്തക്ക രീതിയിൽ ഒരു എൽ ഷേപ്പിലുള്ള ഒരു ലെതറിൽ, ആർട്ടിഫിഷ്യൽ ലെതറിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു സോഫ സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനൊരു കോഫി ടേബിളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ അടുത്ത ടി വി കണ്ടു. രതൻ ഫിനിഷൊക്കെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കൺസോളാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബുദ്ധനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ലൈറ്റ് സോഴ്സ് ഈ ഒരു ഭാഗത്തേക്ക് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയൊരു ടെറസ് ഏരിയ ഉണ്ട്. ഇത്രയും വലിയൊരു സ്പേസ് ആണ് ഈ ഒരു ടെറസ് ഏരിയ എന്ന് പറയുന്നത്. ഈ കാണുന്നത് നമുക്ക് താഴെ നമ്മുടെ ആ ഒരു ഷോ കിച്ചണിലോട്ട് വരുന്ന നാച്ചുറൽ ലൈറ്റ് വരുന്ന ഒരു പോർഷനാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഒരു ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ താഴേക്ക് ചൂടടിക്കത്തില്ല, എക്സ്പോസ്ഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു ഫിനിഷാണിത്. ഇനിയും വേറൊരു ടെറസ് ഏരിയയും കൂടി ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വേറൊരു വലിയ ടെറസ് ഏരിയ ഉണ്ട്. ഇവിടെയാണ് ഈ വീട്ടിൽ തുണിയൊക്കെ നനയ്ക്കാനുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണിത്. ഇവിടെ വാഷിംഗ് മെഷീനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ ഒതുങ്ങിയ ഒരു കോണിൽ നല്ല സ്പേസും അതുപോലെ നനച്ചിട്ട് അതുപോലെ വിരിക്കാനും ഒക്കെയുള്ള ഒരു ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കണക്കിന് ഇത് നല്ലൊരു ഐഡിയ ആണ്. കാരണം നമ്മൾ നനയ്ക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ തുണിയെല്ലാം വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം. അതുപോലെ ഇവിടെ ഒരു വലിയ GI സ്ട്രക്ചർ ഇതിന് മുകളിൽ പോകുന്നുണ്ട്. നമ്മൾ മുകളിലോട്ട് നോക്കിയാലേ കാണത്തുള്ളൂ. നമ്മൾ വിചാരിക്കും മഴയൊക്കെ പെയ്താൽ ഇനി നനയുവോ തുണിയൊക്കെ ഇവിടെ വിരിക്കുമ്പോൾ. പക്ഷേ ഇല്ല, അവിടെ ടഫൻഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വെയിലും കിട്ടും, എന്നാൽ മഴയൊക്കെ പെയ്താലൊന്നും തുണിയൊന്നും നനയത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ 2 ടെറസ് കണ്ടു. രണ്ടും വിശാലമായ ടെറസാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു റൂമും ഒക്കെ കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതെന്ന് പറയുമ്പം ഒരു ഓഫീസ് റൂം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ മോനിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്, ബുക്കൊക്കെ നല്ലപോലെ ഓർഗനൈസ് ചെയ്ത് ആൾ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നാച്ചുറൽ ലൈറ്റൊക്കെ കിട്ടും. അതുപോലെ ഇവിടെ ആണെങ്കിലും ലാമിനേറ്റ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ള കബോർഡും ഒക്കെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഇത് കണ്ടോ, ഇദ്ദേഹം ഇരുന്ന് പഠിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ബോർഡിൽ കാര്യങ്ങളൊക്കെ എടുത്ത് നോട്ട് ചെയ്തൊക്കെ എല്ലാം കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു വലിയ ബാത്റൂം ഇവിടെയുണ്ട്. ആ ബാത്റൂം നമുക്കൊന്ന് കാണാം. വലിയൊരു ബാത്റൂമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാത്റൂം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്ന ഒരു ബാത്റൂമാണ്. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു പോർഷൻ തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ബാത്റൂമിൻ്റെ സൈസ്. അതും കഴിഞ്ഞാണ് ഈ ഒരു ഭാഗത്തായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ ഒരു ക്യൂബിക്കിളും അതുപോലെ തന്നെ വലിയൊരു ടബും കൊടുത്തിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് ചെയ്തിരുന്ന ആൾ ചെയ്തെടുത്ത് വെച്ചിരുന്ന ടൈലാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന ടൈലുകളെന്ന് പറയുന്ന ഒന്നും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. ഇതിനെ അവരുടെ ഒരു കരവിരുതം എന്നുള്ള രീതിയിൽ തന്നെ അവരത്, അതായത് ഒരു ബ്ലാക്ക് കളറുള്ള ടൈലിലേക്ക് അവർ കൺവേർട്ട് ചെയ്ത് ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകത്തക്ക രീതിയിലാക്കിയെടുത്തു. അപ്പോൾ ഈ ഒരു ടൈലിൻ്റെ ലഭ്യത നമ്മുടെ ഈ ഒരു പണി നടക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എടുക്കുന്ന ടൈല് പിന്നീട് നമുക്ക് കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ ഈ സെയിം ബേജ് കളറിൻ്റെ തന്നെ ഒരു മാറ്റ് ഫിനിഷാണ് ഇവിടെ താഴെയൊക്കെ പോകുന്നത്. ടേബിൾ ടോപ്പായിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടിയിൽ സ്റ്റോറേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ലാമിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഒരു ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഹോം ജിം ഉണ്ടെങ്കിൽ എന്തൊക്കെ കാണണം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണുന്നത്. എന്താ വയ്യാത്ത പട്ടി കയ്യാലത് കയറുന്നില്ല, അകരാണ്ടല്ലോ പഠിച്ചില്ലേ. നല്ല സ്പേസ് എടുത്ത് തന്നെ ചെയ്തേക്കുന്നു. അത്യാവശ്യം വാമപ്പ് ചെയ്യേണ്ട ഒരു ഏരിയയിലൊക്കെ അവർ ഉടൻ പ്ലാങ്ക്സ് തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യേണ്ട ഒരു ഏരിയയിൽ ഇതൊരു ഷോക്ക് പ്രൂഫ് ഉള്ള മാറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സാധാരണ നമ്മൾ ഹോം ജിമ്മിലൊക്കെ കാണുമ്പം കുറച്ച് ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ ഒരു ലൈറ്റ് ആയിരിക്കും മെറ്റീരിയൽസ് ഒക്കെ. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് അല്ലേ, ക്വാളിറ്റി ഉള്ള സാധനം തന്നെ. ഈ ബെഞ്ച് പ്രസിൻ്റെ ഒക്കെ ഈ മെറ്റീരിയലൊക്കെ കണ്ടറിയാം. ഡംബിൾ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ. ക്ലയൻ്റ് ആയാലും ഈ IT ഫീൽഡൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആകുമ്പം ഇവിടെയൊക്കെ വന്നിരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന്. ഈ ജിമ്മ് ഇവർക്ക് സെറ്റ് ചെയ്തത് സിൽവർ ലൈനിലെ സനൽകുമാറാണ്. ബാൽക്കണി അത്യാവശ്യം വേണ്ട ഇത്രയും വലിപ്പമുള്ളൊരു ബാൽക്കണി ഏരിയയിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ബാൽക്കണിയിൽ ഇട്ടേക്കുന്നത് 180 സൈസിലുള്ള ടൈലാണ് കജാരിയുടെ. കണ്ടോ അതിൻ്റെ ലെങ്ത് കണ്ടല്ലോ, അത്യാവശ്യം നല്ല ലെങ്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവർക്കൊരു എൻക്ലോസ്ഡ് ബാൽക്കണി ഏരിയ ഉണ്ട്. അപ്പോൾ അതൊരു ടഫൻഡ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് തന്നെ അവർ കറക്റ്റായിട്ട് മറച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്നു, ഒരു ഗ്യാതറിങ് വന്നു. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ഏരിയ പോലെ. ആക്ച്വലി ഇത് വീടിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും ഇവിടെ ഇങ്ങനെ ചെറിയൊരു മറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഇതിനെയൊക്കെ വേറെ പല രീതിയിലും ഉപയോഗിക്കാനൊക്കെ പറ്റും.
എന്തായാലും സ്മോക്ക് ചെയ്യുന്ന ഏരിയ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അല്ലാതെ അതിൻ്റെ ഇപ്പോൾ ഇവിടെ പൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഫെസിലിറ്റീസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തായിരുന്നു ഇവിടെ നേരത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, കുറച്ചല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നായിരുന്നു ഈ ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഈ ഹാൻഡ് റെയിൽ ഇതാ ഈ ബാൽക്കണിയുടെ എൻഡിൽ തന്നെ ഇങ്ങനായിരുന്നു അവർ കൊടുത്തിരുന്നത്. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് ഇത്രയല്ല ഉള്ളൂ, ഷെയ്ഡും ഇതും കറക്റ്റ് സ്ട്രെയിറ്റ് ഒരേ ലൈനിൽ തന്നെ ആയതുകൊണ്ട് വെള്ളമൊക്കെ കയറി അങ്ങനെ മൊത്തം വിഷയമായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ സ്ലോപ്പ് ഇങ്ങോട്ടായിരുന്നു. അപ്പം ഇവിടെ വെള്ളമൊക്കെ വീണ് ഇവിടുത്തെ വെള്ളമെല്ലാം ആ വുഡൻ പ്ലാങ്ക് ചെയ്തേക്കുന്ന ഏരിയയിലോട്ടൊക്കെ വീണ് ആ പാടലം വരുന്നത് മൊത്തം അവർ റീവർക്ക് ചെയ്തെടുത്തേതു. ഇത് പിന്നെ താഴത്തെ നമ്മൾ കാണുന്ന പോലെ തന്നെ ടീക്കിൽ തന്നെ ചെയ്തേക്കിട്ടുണ്ട്. പിന്നെ വിൻഡോ ഒക്കെ കൊടുത്തിരിക്കുന്നത് ടിൻഡഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാല്യുവാച്ചിന്റെ ദിവസമൊക്കെ വന്നവരെല്ലാം കണ്ടിട്ട് എല്ലായിടും ഇഷ്ടപ്പെട്ട രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാൽ പറയാനായിട്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രയാസമാണ്. ഓവറോൾ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പൂജാമുറി ആ ഒരു വടക്ക് കിഴക്കേ കോർണറിൽ അതിനൊരു വലുതായിട്ട് വേണം നല്ല ആഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് അതിലുള്ള പടങ്ങളും എല്ലാം നെറ്റ് സെർച്ച് ചെയ്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അതെനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അതും പിന്നെ അതുപോലെ കൊടുത്തിട്ടുള്ളത് ഇവിടെ കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് ഫ്രണ്ട് കിടക്കുന്നത് നടക്കാൻ കളിക്കാനില്ല ഒരു സ്പേസ് ഉള്ളതാണ്. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നത് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ പൂജാമുറിയോട് എന്തോ ഒരു പ്രത്യേക ചൈതന്യം ആ മുറിയിൽ നിന്ന് കിട്ടുന്നത് പോലെ ഒരു ഫീല് തോന്നി. എനിക്ക് പട്ടീനെ വാങ്ങിച്ചതാണ്, ലിസ്റ്റ് കൂടി നൈസായിട്ട് ഇടുവാണ്. ബാത്റൂമിൽ കയറിയാൽ പിന്നെ ഇറങ്ങത്തില്ല. അതിനകത്ത് മുഴുവൻ ഇരുന്ന് ഒരു ടാങ്ക് വെള്ളമാണ്. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ബാത്റൂമിൽ ഇരിക്കുന്ന എല്ലാ സാധനവും ഉപയോഗിക്കും. വീടൊരു നടുമുറ്റം വേണം എന്നൊക്കെ ഉള്ളത് മുത്തശ്ശിയുടെ കിട്ടിയ ഒരു ആഗ്രഹമാണ്. പുള്ളിക്കാരി ഞാൻ എന്തെങ്കിലും വീട് വയ്ക്കും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യുന്നത്. എല്ലാരും ഇപ്പം വീടിന്റെ പലത് അവർക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ഒത്തിരി കഥകളൊക്കെ പറഞ്ഞു. ഇതിന്റെ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീട് തുടങ്ങിയിട്ട് ഏതാണ്ട് 3-4 കൊല്ലമായ വീടാണ്. ആദ്യം 2-3 പ്രൊഫഷണൽ ടീമിന്റെ അടുത്തൊക്കെ പോയി. അപ്പൊ ഞങ്ങളൊരു കൂട്ടുകാരൻ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ചെയ്യുന്നത് വെച്ചിട്ട് പുള്ളിക്ക് തന്നെ ഇത് കൊടുക്കാമെന്നുള്ള ലൈനിൽ ഞാൻ ഒരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തു കഴിഞ്ഞപ്പം വീട്ടിലെ വൈഫ് ഉൾപ്പെടെ എല്ലാവരും എതിർപ്പായിരുന്നു. എന്നുവെച്ചാൽ പുള്ളിയുടെ ബേസിക് ക്യാരക്ടർ എന്താണെന്നുള്ളത് അവരായിരിക്കും കൂടുതൽ നല്ലത് കണ്ടിട്ടില്ല. അങ്ങനെ തുടങ്ങിയപ്പോ തൊട്ട് ഇങ്ങനെ പല കേസുകളിൽ ഡിലേ വരുന്ന സോൾ ടെസ്റ്റിംഗ് വരുമ്പം എന്നൊന്നും ശരിക്കും പറഞ്ഞാൽ ഞാനത് റിയലൈസ് ചെയ്യുന്നില്ലായിരുന്നു. ഒരു പ്രൊഫഷണൽ ടീമിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടതെന്നുള്ളതൊന്നും റിയലൈസ് ചെയ്യുന്നില്ല. ആ ഒരു മിസ്റ്റേക്ക് എന്റെ ഭാഗത്ത് നിന്ന് പറ്റിയതിന്റെ പേരിലാണ് ഇപ്പൊ നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാളും ഉപരി സമയത്തിന്റെ വല്ലാത്തൊരു നീട്ടുപോക്കുണ്ടായിരുന്നു. 4 കൊല്ലമായി. 2021 സ്റ്റാർട്ട് ചെയ്തതാണ്. ആ പറഞ്ഞ ഓഫീസ തുകയൊക്കെ എനിക്ക് 150% ഞാൻ ടോപ്പിലുണ്ടായി. പുള്ളിക്ക് പേയ്മെന്റ് ഞാൻ കൊടുത്തു. എന്നിട്ട് പോലും 2025 മാർച്ചിലാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീടിന്റെ ഒരു ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പോയ ടാപ്പ് ഉൾപ്പെടെ പലതും വേറെ ആണ് കാണിച്ചത്. പ്ലസ് എനിക്ക് ഇന്റീരിയറിന്റെ ഒരു വാർഡ്രോബ്സ് ഇതൊക്കെ വാങ്ങിക്കും. അതിൻ്റെ ഒരു കോട്ട് അങ്ങനത്തെ ഇതിലെല്ലാം കോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു വീട് ചെയ്യാനുള്ള കോട്ടൊക്കെയാണ്. വാർഡ്രോബ്സിന് വേണ്ടി മാത്രം പുള്ളി എന്നോട് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇത് ഡി ലൈഫിനോടൊക്കെ ഞാൻ കൊട്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് ഇത് പറ്റിക്കപ്പെടുകയാണെന്നുള്ളൊരു തിരിച്ചറിവാണെന്നാണ് വരുന്നത്. അങ്ങനെ എസ്പെഷ്യലി കൂട്ടുകാരനെ കൊണ്ട് പറ്റിക്കപ്പെട്ടു പോയെടുത്തെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും അവർ നല്ലതാണെന്നുള്ള ഒരു മട്ടിൽ പിന്നെ നല്ലത് ചോദിക്കുന്ന രീതിയിൽ ഇപ്പം ഒത്തിരി പേര് വന്നത്. ആ സമയത്താണ് ശരിക്കും നല്ലൊരു ഫ്രണ്ടിന്റെ സ്കൂൾ ടൈം ഫ്രണ്ടിന്റെ റെഫറൻസിലാണ് ഫിറോസിനെ പരിചയപ്പെടുന്നത്. ഫിറോസിനെ പരിചയപ്പെട്ട വിത്തിൻ ഓൾമോസ്റ്റ് 7 months നമ്മളിവിടെ വീട്ടിന്റെ പാദയാത്ര കഴിഞ്ഞു. കഴിഞ്ഞ മാസമായിരുന്നു നമുക്ക് പാദയാത്ര വന്നത്. കുറച്ച് പർച്ചേസ് അങ്ങനത്തെ ഇതൊക്കെയാണ്. ബാക്കിയുള്ള കുറച്ച് ബ്യൂട്ടിഫിക്കേഷൻ പാട്ട് മാത്രം പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ഇദ്ദേഹം എങ്ങനെയാണെന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. അടുത്ത പറ്റിയതായിരിക്കും ഇങ്ങനത്തെ പേടിയെല്ലാം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം ഭയങ്കര ഒരു വ്യത്യസ്തമായ ഇത് തന്നെയായിരുന്നു. പ്രൊഫഷണലിസം ഉള്ളവരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളത്, ഫ്രണ്ട്സിനെ ഒരിക്കലും നമ്മുടെ ബിസിനസ്സിലോ വർക്കിലോ ഇൻവോൾവ് ചെയ്യിപ്പിക്കരുതെന്നുള്ളത് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഒരു പാഠം പഠിച്ചത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് എല്ലാം എന്തെങ്കിലുമുണ്ട്, അതെല്ലാം ഷെയർ ചെയ്യാം. ഫിറോസ് വന്നപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ഇവിടുത്തെ ഈവൻ വയറിംഗ് പോലും പലയിടത്തും പൈപ്പ് വലിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ പൈപ്സ് നല്ല വയേഴ്സ് ഇല്ല. എന്നിട്ട് എന്നോട് അവസാനം ഈ പഴയ കോൺട്രാക്ടർ എന്ന് പറയുന്ന കൂട്ടുകാരൻ
എന്നോട് പറഞ്ഞു ഇനി ഒരാഴ്ചത്തെ പണിയും കൂടി ഉള്ളൂ, ഇവിടെ എല്ലാം പാലേഷൻ റെഡിയാണെന്നാണ് അവസാനം പറയുന്നത്. അന്നാണ് ഞാൻ പുള്ളിയോടും പറയുന്നത് മതിയാക്കി പരിപാടി എന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞില്ല. എന്നോട്ടെന്നായിരുന്നു പുള്ളി എന്നെ പറ്റിക്കില്ല. കാരണം ഞാനിവിടെ ദുബായിൽ ആയിരിക്കും ഹോസ്പിറ്റലിൽ ഔട്ട്സൈഡ് ഇന്ത്യയായിരുന്നു. അപ്പൊ ഇവിടെ നാട്ടിൽ വരുമ്പം എൻ്റെ ഒരു പുറത്തോട്ട് കൂട്ടുകാരിൽ നോക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ശരിക്കും എൻ്റെ ഒരു ആകെ വിശ്വാസത്തിന്റെ പുറത്തായിരുന്നു ഞാനത് പുള്ളി തന്നെ കൊടുത്തത്. ഈവൻ വൈഫിനോടും പറഞ്ഞ് ബാക്കിയുള്ളവരെ നമുക്ക് നമ്പാൻ പറ്റില്ല, ഇത് നമ്മുടെ കൂട്ടുകാരനാണ് നമ്പാമെന്നും പറഞ്ഞ് മനസ്സിലാക്കാം. പുറത്തുള്ള ടൈൽസ് മുകളിലൊക്കെ ഉള്ള ജിമ്മിന്റെ പീരീഡ് പുറത്തുള്ള ടൈൽസ് ഒക്കെ അകത്തേക്കായിരുന്നു സ്റ്റോക്കും. അതായത് വെള്ളം മഴ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ജിമ്മിലേക്ക് അകത്തായിരുന്നു. അപ്പം അത്തരം സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ പിന്നെ വൺ ബൈ വൺ ആയിട്ട് റിയലൈസ് ചെയ്ത് പോവാം. അപ്പൊ ഞങ്ങള് ഈ വീട് കിരൺ പറഞ്ഞ് ഏറ്റെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് എങ്ങനെ ഏറ്റെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ തുടങ്ങുകയായിരുന്നു. കാരണം ഇത് നിൽക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. കുട്ടി വർക്ക് നോക്കി കഴിഞ്ഞാൽ ചുമലിലെല്ലാം അനീവൻസ് ആണ്. വയറിങ്ങിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സാധാരണ കോപ്പർ കമ്പിയാണ് വലിച്ചിരുന്നത്. പ്ലംബിംഗ് ലൈൻ കറക്റ്റായിട്ട് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി ഇഷ്യൂസിലാണ് ഞങ്ങൾ ഈ വീട് എടുക്കാൻ ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആദ്യം ഈ വർക്ക് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ കിരണുമായിട്ട് സംസാരിച്ചതിന് ശേഷം കിരണിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആ സമയത്ത് തുടങ്ങിയത്. അന്ന് മുതലാണ് ഈ വീടിന്റെ വർക്ക് നമ്മൾ ഏറ്റെടുക്കുന്നത്. പിന്നെ കിരൺ ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കിരണ് ഞങ്ങൾ ചെയ്ത ഒരുപാട് വർക്കുകൾ വന്ന് കണ്ടിരുന്നു. കണ്ടിട്ട് പറഞ്ഞത് ഞാൻ ഇനി ഒരു 3 മാസം ഇവിടെ ഉണ്ടാകത്തില്ല, തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട് ഇതുപോലെ ഒന്ന് ആക്കി തരണേ എന്ന് റിക്വസ്റ്റ് വെച്ചിരുന്നു. പക്ഷെ എനിക്കൊരു 6 മാസം എടുത്തു അത് ഈ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ ഈ വീട് എത്തിച്ചെടുക്കാൻ. എന്തായാലും ഇവര് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇപ്പം കിരൺ ആഗ്രഹിച്ച പോലുള്ള ഒരു വീട് ചെയ്തു കൊടുക്കാൻ പറ്റിയതില്ല. ഗുഡാക്ക് ഇന്റീരിയേഴ്സിന് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളതിൽ അഭിമാനിക്കുന്നു.